നമ്മൾ ന്യൂസ് ടെൻസിലേക്ക് വിശദമായി കടക്കുകയാണ്. കർണാടകയിലെ ആ ദുരന്ത വാർത്തയിൽ ഞെട്ടലിലാണ്. ഇന്ന് 7ാം ദിവസമാണ്. ഓർക്കണം, മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് നമുക്ക് ഇതുവരെയും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 ദിവസം മുമ്പ് തന്നെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന, ഏറ്റവും പോസിറ്റീവായ ഒരു വാർത്ത ഉണ്ടാകുമെന്ന് കരുതി. ഉണ്ടായില്ല. ഇന്നലെയും പ്രതീക്ഷിച്ചു. ഇന്നലെ ഉച്ചയോടുകൂടി ഇതുവരെ ഉണ്ടായ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ കാലാവസ്ഥ അങ്ങേയറ്റം പ്രതികൂലമാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ റോഡിൽ വീണടിഞ്ഞ ഈ മണ്ണിനടിയിൽ അർജുൻ്റെ വാഹനമോ അർജുനോ ഇല്ല എന്ന ഒരു പ്രാഥമിക വിലയിരുത്തൽ ചില കേന്ദ്രങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ സ്ഥിരീകരിക്കാറാകുന്നില്ല. എന്തായാലും കരയിലെ പരിശോധന പൂർണ്ണമായ ശേഷമായിരിക്കും വെള്ളത്തിലേക്ക് കൂടുതൽ പരിശോധന നീങ്ങുക. പക്ഷേ ഇപ്പോൾ തന്നെ ഈ സ്കൂബ ഡൈവേഴ്സൊക്കെ വന്ന് അവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. മണ്ണിലും ഒപ്പം പുഴയിലും ശക്തമായ രീതിയിലുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് കരയിൽ പരിശോധന നടക്കുന്നത്. ഗംഗാവലി പുഴയിൽ മൺകൂരയുള്ള സ്ഥലത്ത് സ്കൂബ ഡൈവേഴ്സാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. റോഡിൽ ലോറി ഇല്ലെന്ന് പൂർണ്ണമായും ഉറപ്പിക്കുന്നതുവരെ മണ്ണ് നീക്കും. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? രാവിലെ മുതൽ നടക്കുന്ന സാഹചര്യം നമ്മൾ പരിശോധിച്ച് വരികയാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ ഇപ്പോൾ എന്ന് വിശദമായി തന്നെ നോക്കാം. കെ വി ബൈജുമുണ്ട്. ഒപ്പം കോഴിക്കോട് വീട്ടിലും ആശങ്കകൾ നിരവധിയുണ്ട്. അവർ കുടുംബം കണ്ണീരുമായി കാത്തിരിക്കുകയാണ്. വിനേഷ് കുമാറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ബൈജു, നമുക്ക് പുഴയിലേക്ക് പരിശോധനാ സംഘത്തിൻ്റെ പരിശോധന അത് പുഴയിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്ക് ഇന്ന് രാവിലെയൊക്കെ അവിടുന്ന് ദൃശ്യമായ ദൃശ്യത്തിൽ ആ വീണ് കിടക്കുന്ന മൺകൂനയിൽ, പുഴയിലേക്ക് വീണ് കിടക്കുന്ന മൺകൂനയുടെ മുകളിലും അതിൻ്റെ പരിസരങ്ങളിലുമൊക്കെ സ്കൂബ ഡൈവേഴ്സ് നിന്നുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. പുഴയിൽ വീണ് കിടക്കുന്ന മണ്ണ് മാറ്റണമെന്ന ദുഷ്കരമായൊരു ദൗത്യം മുന്നിലുണ്ട് അല്ലേ? തീർച്ചയായും സഹിത്തെ, അതോടൊപ്പം തന്നെ ഈ കരയിലുള്ള മണ്ണ് പൂർണ്ണമായും ഇവിടെ നിന്നും മാറ്റിയിട്ടില്ല. ഈ കരയിലുള്ള മണ്ണ് പൂർണ്ണമായും മാറ്റാനുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടത്തുന്നത്. പുഴയിലുള്ള തിരച്ചിലിനൊപ്പം ഈ കരയിലുള്ള മണ്ണ് നമുക്ക് പൂർണ്ണമായും ഇന്നലെ റവന്യൂ മന്ത്രി നടത്തിയ പ്രസ്താവന MK രാഘവൻ MP പോലും അത് പൂർണ്ണമായും യോജിക്കുന്നില്ല. കാരണം അദ്ദേഹവും പറയുന്നത് ഇനിയും മണൽ ഇത്തരത്തിൽ ഈ റോഡ് വശത്ത് തന്നെയുണ്ട്. ആ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന നടപടികൾ അത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പുഴയിലുള്ള തെരച്ചിൽ, ഇത് രണ്ടും ഒരേ സമയത്ത് നടത്തുന്ന ഒരു രീതിയാണ്. പക്ഷേ അപ്പോഴും വലിയ ആധുനിക സംവിധാനങ്ങളുടെ ഒരു ആവശ്യം ഇവിടെ നിന്നും ഉയരുന്നുണ്ട്. കാരണം വലിയ നീളത്തിലുള്ള പ്രദേശത്ത് നിരവധി കിലോമീറ്ററുകളോളം ഈ മണൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഈ എല്ലാ മണലും എടുത്ത് ലോറിയുണ്ടോ എന്ന് പരിശോധിക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ തക്ക കഴിവുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ എത്തിയിട്ടുള്ളത് പ്രധാനമായും യുദ്ധമുഖത്തുള്ള ഈ സേനാംഗങ്ങളാണ് നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ഈ മെക്കാനിക്കൽ വിഭാഗമാണ്. അത് ബംഗളൂരുവിലാണ് അവരുള്ളത്. അവരുടെ സാങ്കേതിക സംവിധാനം ഇവിടെ വളരെ അത്യാവശ്യമാണ്. അവരുടെ ഉപകരണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരത്തിൽ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിലാവും. കാരണം വിദഗ്ധരൊക്കെ പറയുന്നത് വളരെ ആഴത്തിലുള്ള ബോംബുകളൊക്കെ കണ്ടെത്തുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഈ ബംഗളൂരുവിലെ ഈ സംഘത്തിന് കയ്യിലുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് MEG ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ സേവനമാണ് ഇവിടെ വളരെ പ്രധാനമായും ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എത്തിയ കരസേനാംഗങ്ങൾ നേരത്തെ ഉണ്ടായ ആ തെരച്ചിലിന് സമാനമായി അവരുടെ കൂടെ ചേർന്ന് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. അതിനും അപ്പുറം ഈ റഡാർ സിഗ്നലിനെയൊക്കെ ഒരു പരിമിതി ധാരാളമുണ്ട്. കാരണം ഇരുമ്പോ മറ്റ് ലോഹ വസ്തുക്കളോ കണ്ടു കഴിഞ്ഞാൽ അത് ഈ റഡാറിൽ തെളിയും. അത് വെച്ച് നമുക്ക് കൃത്യമായി ലോറിയാണോ, ഏത് അപകടത്തിൽപ്പെട്ട ലോറിയാണോ എന്ന് തിരിച്ചറിയുക പ്രയാസകരമാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ വ്യക്തമാക്കിയതാണ്, വിദഗ്ധർ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ചിത്രം ഈ ലോറിയുടെ അത് കണ്ടെത്തുന്ന ഉപകരണം അത് എത്രയും പെട്ടെന്ന് എത്തണം. ഏതായാലും റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉച്ചയോടുകൂടി എത്തുമെന്നാണ് MK രാഘവൻ MP പറഞ്ഞത്. പക്ഷെ പലപ്പോഴും ഇത്തരം പ്രസ്താവനകൾ വരുമ്പോഴും പിന്നീടും വളരെ വൈകി മണിക്കൂറുകൾക്കപ്പുറമാണ് ഇത്തരത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഓരോ സംവിധാനങ്ങളും എത്തിയതെന്നും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം തുടക്കം മുതലേ നമ്മൾ ഈ സ്ഥലത്ത്, ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് നേരിട്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലയിൽ രാവിലെ കുറച്ച് സമയം മാത്രമേ അവിടെ ദൃശ്യം ചിത്രീകരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. തെരച്ചിൽ ആരംഭിച്ചതിന് ശേഷം ആരെയും തന്നെ അതിനകത്തേക്ക് കയറ്റിവിടുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്തായ സ്ഥലത്താണ്. ഏതെങ്കിലും തരത്തിലൊരു അപകടം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഇത്തരത്തിൽ തടസ്സമുണ്ടാകുമെന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങളിലേക്കുള്ള ഇപ്പോൾ പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. ആ അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് പരിഗണന. നമുക്ക്
അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ എന്ന് കണ്ടെത്തുക തന്നെയാണ് പരിഗണന. ഒപ്പം പ്രാദേശികരമായ 2 പേർ കൂടി ഈ മണ്ണിനടിയിലുണ്ട് എന്നാണ് പറയുന്നത്. പരാതി അതാണ്. അത് അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ആ തരത്തിലുള്ള തിരച്ചിൽ കരയിലും പുഴയിലും ഒരേ സമയത്തുള്ള തിരച്ചിൽ, പക്ഷേ അത് കുറച്ചുകൂടി ഊർജിതമാക്കണം. കാരണം ഈ ലോറി ഉള്ള സ്ഥലം കൃത്യമായി കണ്ടെത്തി അവിടെ പരിശോധന നടത്തണം എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് ഈ സംവിധാനങ്ങൾ എത്തേണ്ടതുണ്ട്. അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇന്ന് ഏറ്റവും പ്രധാനം, ഇന്ന് അവസാന മണിക്കൂറുകൾ, പ്രതീക്ഷയുടെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു എന്നതാണ്. ഇനി സമയം വൈകിയാൽ ഒരു പക്ഷേ നമുക്ക് സങ്കടകരമായ ഒരു വാർത്തയായിരിക്കും ഇവിടെ നിന്നും നൽകാൻ സാധിക്കുക. ഇപ്പോൾ തന്നെ സമയം വളരെ വൈകിയിരിക്കുന്നു. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മിറാക്കിളിനായാണ് ഇപ്പോൾ പോലും കാത്തിരിക്കുന്നത്. ഇനിയും സമയം വൈകിയാൽ അതല്ല, അതിനപ്പുറത്തേക്കൊരു വലിയ ഒരു ദുഃഖ വാർത്തയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതിന് ഇടവരുത്താതെ ഒരു മിറാക്കിളിന്, ഒരു അത്ഭുതത്തിനായി നമ്മൾ ഇപ്പോൾ കാത്തിരിക്കുന്നു. അതിന് സാങ്കേതിക വിദ്യ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ച് അത് സംബന്ധിച്ച പരിശോധന നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഏതായാലും ആ സാങ്കേതിക സംവിധാനങ്ങൾ ഉടൻ എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. സൈത്തെ, ബൈജു സൂചിപ്പിക്കുന്നത് പോലെ അത്തരം പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള നീക്കം തന്നെയാണ് 7ാം ദിവസവും നടക്കുന്നത്. നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി, ഈ റോഡിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയ ശേഷവും അവിടെ ലോറി ഇല്ലെങ്കിൽ പിന്നീട് എന്ത് എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. അവിടെയാണ് ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് നടത്തുന്ന പരിശോധനയ്ക്ക് പുറമെ കൂടുതൽ വലിയ പരിശോധന വേണ്ടി വരുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെയുള്ള പരിശോധന അവിടെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. പ്രേക്ഷകർ ഇനി ഈ അപകടത്തിന് തൊട്ട് മുമ്പുള്ള ഈ ദൃശ്യങ്ങൾ കാണുക. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ്. ഈ ദൃശ്യം നോക്കുമ്പോൾ ഈ അപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഉണ്ടാവുന്ന ദൃശ്യമാണ്. അതായത് ഈ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. മണ്ണ് വീണ് കിടക്കുന്നു എന്നത്, ആ റോഡ് അതിലെയുള്ള യാത്രക്കാരെ തടസ്സപ്പെടുന്നു, എങ്ങനെ ഈ അപകടമുണ്ടായി എന്നും മറ്റും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന യാത്രക്കാരെയാണ് കാണുന്നത്. അതായത് അപകടമുണ്ടായതിന് തൊട്ട് പിന്നാലെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പം കാണുന്ന ദൃശ്യങ്ങൾ അപകടത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ച ശേഷമുള്ള ദൃശ്യമാണ്. ഇതിന് ശേഷം നമുക്ക് ഈ അപകടത്തിന് മുമ്പ് ആ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടി എത്തിക്കാനാവും. ഇതാണ് അവിടെ ഉണ്ടായ സാഹചര്യം. അതായത് അർജുൻ കല്ലായിലേക്കുള്ള ലോഡ് കയറ്റി, കട്ടൻസ് കയറ്റിക്കൊണ്ട്, ആ മരത്തടികൾ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് അവിടെ നിന്നും കല്ലായിലേക്കുള്ള യാത്രാമധ്യയാണ് അദ്ദേഹം ഈ സ്ഥലത്ത് ഒരു വിശ്രമത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയും അവിടെ അദ്ദേഹം വിശ്രമത്തിന് വേണ്ടി എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ആ വിശ്രമിക്കുന്നതിനിടയിലാണ് പിന്നിൽ കാണുന്ന സ്ഥലം എന്ന രീതിയിൽ റോഡിലേക്ക് വലിയ തരത്തിലുള്ള മണ്ണ് വന്ന് വീണ് അവിടെ അദ്ദേഹത്തിൻ്റെ വാഹനം മൂടപ്പെട്ടു പോയത്. 2 സാധ്യതകളാണ്. നമുക്കറിയാം, റോഡ് 2 ലൈൻ ലോഡറാണ്, 2 ലൈനിലാണ് റോഡ്. ഈ അർജുൻ്റെ വാഹനം നിർത്തിയിട്ടിരുന്നത് റോഡിൻ്റെ ഏത് വശത്താണ് എന്നതാണ് പ്രധാനപ്പെട്ടത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന വലതുവശത്താണെങ്കിൽ സ്വാഭാവികമായും അത് റോഡിൽ തന്നെ ആ വാഹനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതല്ല, മറു സൈഡിലാണ് പാർക്ക് ചെയ്തിരുന്നതെങ്കിൽ അതൊരു പക്ഷേ പുഴയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. ഈ അപകടമുണ്ടായ ശേഷമുള്ള ഇപ്പോഴത്തെ ഈ സാഹചര്യം, ഈ ദൃശ്യങ്ങൾ തന്നെ അതിന് കൃത്യമായ തെളിവായി മാറുന്നു എന്നതാണ്. ഒരു വലിയ മല അപ്പാടെ ഇടിഞ്ഞ് വീണ് പോവുകയായിരുന്നു. നിലവിൽ ഈ അപകടത്തിൻ്റെ സാധ്യത വിലയിരുത്തിയ പലരും പറഞ്ഞതുപോലെ ഇതൊരു സാധാരണ അപകടമല്ല, ഒരു ഉരുൾപൊട്ടൽ സമാനമായ മറ്റൊരു ദുരന്തമാണ്. അതായത് സംഭവിച്ചത് ഒരു മണ്ണിടിഞ്ഞ് വീഴുകയല്ല ചെയ്തത്, അതിനൊപ്പം വലിയ രീതിയിലുള്ള വെള്ളം കുത്തി ഒഴുകിപ്പോയി. അതുകൊണ്ട് ആ ഭാഗത്തുണ്ടായിരുന്നവരെ എല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ആ ദുരന്തം അതങ്ങനെ പോയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ അത് വെള്ളത്തിലേക്ക് പോയി, പുഴയിലേക്ക് പോയി പതിക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. ഈ മലയിലുണ്ടായിരുന്ന നിരവധി കല്ലുകൾ, വലിയ ഭീമാകാരമായ കല്ലുകളടക്കം അവിടേക്ക് കുതിച്ച് വന്നിട്ടുമുണ്ട്. അതാണ് ഈ ദുരന്തം നമ്മൾ പ്രതീക്ഷിക്കുന്നതും വലിയ വ്യാപ്തിയിലേക്ക് മാറിയത്. ഒരിടത്തു നിന്നും മല തൂത്തെറിഞ്ഞ് റോഡിൻ്റെ ഒരു മറു സൈഡിൽ ഒരു വലിയ കൂനയായി ഉണ്ടാകുന്നു, ബാക്കി ഭാഗം അത് പുഴയിലേക്ക് തെന്നിമാറി. അതാണ് അവിടെ സംഭവിച്ച സാഹചര്യം എന്നതാണ്. നമുക്ക് ഓർക്കണം, ഈ അപകടമുണ്ടായതിൻ്റെ 6ാം നാൾ ഇന്നലെ വരെയാണ് പൂർണ്ണമായും യഥാർത്ഥത്തിൽ ആ റോഡിലൂടെയുള്ള ഗതാഗതമെങ്കിലും സാധ്യമാക്കുന്ന രീതിയിൽ, അതായത് റോഡൊന്ന് തുറന്നു കിട്ടുന്ന രീതിയിൽ റോഡിലെ മണ്ണ് പോലും മാറ്റാനായത്. അപ്പോൾ എത്ര വലിയൊരു ദുരന്തമായിരുന്നു അത് എന്നത് നമുക്ക് ഓർത്തെടുക്കാം. റോഡിലെ മണ്ണുമാറ്റൽ നടപടികൾ ഇന്നലെ റവന്യൂ മന്ത്രി വിശദീകരിച്ചത് 85% മണ്ണും മാറ്റിക്കഴിഞ്ഞതെന്നാണ്. പക്ഷേ അത്തരമൊരു പൂർണ്ണതയിലേക്ക് അവിടെ എത്തിയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. രാവിലെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന DYSP അടക്കം KV ബൈജുവിനോട് വിശദീകരിച്ചതും അദ്ദേഹവും അങ്ങനെ തന്നെയാണ്. എന്തായാലും ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഇത് തത്സമയ ദൃശ്യങ്ങളാണ്.
യെസ്, നമുക്ക് പുഴയിലും തെരച്ചിൽ നടന്നു വരികയാണ്. പുഴയിലെ തെരച്ചിലാണ് ഇനി നിർണായകമാവുന്നത്. ഇനിയുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ, ബൈജു സൂചിപ്പിച്ചതുപോലെ ആ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഈ തെരച്ചിലിനെ ഇനി അങ്ങേയറ്റം നിർണായകമാക്കുന്നത്. 2-3 ഘടകങ്ങൾ നമുക്ക് ചൂണ്ടിപ്പറയാം. ഒന്ന്, തെരച്ചിൽ ഈ പുഴയിലേക്ക് വീണ മണ്ണിനടിയിൽ വാഹനം പോയിട്ടുണ്ടെങ്കിൽ അവിടെ പരിശോധന നടത്താൻ നിലവിലുള്ള സംവിധാനങ്ങൾ സാധ്യമല്ല. അതായത് സ്കൂബ ഡൈവേഴ്സിനോ നേവി സംഘത്തിനോ നേരിട്ട് വന്ന് അവിടെ നിന്നും അത്തരത്തിൽ എന്തെങ്കിലും തിരിച്ചറിയുക, കണ്ടെടുക്കാനാവുക അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ വെള്ളത്തിനടിയിൽ പരിശോധന നടത്താൻ, വെള്ളത്തിനടിയിൽ മണ്ണിനടിയിൽ എന്തെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നത് തിരിച്ചറിയാൻ അത് പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനം, സാങ്കേതിക സംവിധാനം ഉണ്ടാവണം. നിലവിലുള്ള റഡാർ സംവിധാനത്തിന് ചില പരിമിതികളുണ്ട്. അവിടെ പരിശോധന നടത്തിയ റഡാർ സംവിധാനത്തിന് ചില പരിമിതികളുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടി ബംഗളൂരുവിൽ നിന്നും മറ്റും പുതിയ സംവിധാനം അവിടേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയെങ്കിൽ ഈ വെള്ളത്തിനടിയിലെ പരിശോധന അല്പം കൂടി ശാസ്ത്രീയമായി വേഗത്തിൽ കാണിക്കാൻ കഴിയും. ഇത് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്കറിയാം, നേവിയുടെയും മറ്റ് ദുരന്ത നിവാരണ സേനാ അംഗങ്ങളുടെയും സജീവമായ ഇടപെടൽ ഇപ്പോൾ പുഴയിലേക്ക് കൂടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പരിശോധന നടക്കുന്നു. വിവിധയിടങ്ങളിൽ പരിശോധന, വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നതാണ്. 2-3 സാധ്യതകളിലേക്ക് പോകാം. ഒന്ന്, ആദ്യം കണ്ടെത്തേണ്ടത് ഭാരമേറിയ ഈ ലോറി അത് എവിടെ വീണ് കിടന്നു, അത് ഒഴുകിപ്പോയി എന്ന പ്രചരണം അതത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിൻ്റെ സാധ്യത, അങ്ങനെയെങ്കിൽ ആ ലോറി എവിടേക്ക് മൂടപ്പെട്ടു പോയി എന്നത് പരിശോധന ആദ്യം തന്നെ കണ്ടെത്തണം. ഒപ്പം ഉണ്ടായിരുന്ന 2 വാഹനങ്ങളാണ്. കാണാതായി എന്ന് കരുതുന്ന ഒരു ഓട്ടോറിക്ഷ, മറ്റൊന്നൊരു കാറാണ്. ഈ 2 വാഹനങ്ങൾക്കും അപ്പുറം കല്ലായിലേക്ക് പോയിരുന്ന നിറച്ച ലോഡ് കയറ്റിയ ആ വാഹനം, ആ ലോറി, ഭാരത് ബെൻസിൻ്റെ ആ ലോറി ഒഴുകിപ്പോയി എന്ന പ്രചരണത്തെ അങ്ങ് വിശ്വസിക്കാൻ ഒരു തരത്തിലും കഴിയില്ല. അതുകൊണ്ട് ആ ലോറി, ഇത്ര വലിയ ലോറി എന്തുകൊണ്ട് കണ്ടെത്താനാകുന്നില്ല എന്ന ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. അത് നമുക്ക് വേഗത്തിൽ തന്നെ അത് കണ്ടെത്തുകയും തന്നെ ചെയ്യണം. ആ തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഗംഗാവലി പുഴയുടെ ഒരു കൃത്യമായ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുക. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഗംഗാവലി പുഴ എത്ര കണ്ട് വ്യാപ്തിയുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ വിശാലമായ ദൃശ്യമാണ് കാണുന്നത്. നമ്മൾ സാധാരണ ഒരു പുഴയിലേക്കൊരു വാഹനം പറഞ്ഞാൽ കണ്ടെത്താൻ എന്താ വൈകൽ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഒരുപക്ഷെ ഈ ദൃശ്യം നൽകും. കാരണം ആ പുഴയുടെ ഒരു സാഹചര്യം അതാണ്. വളരെ വീതിയേറിയ കുത്തൊഴുക്കുള്ള, പ്രത്യേകിച്ച് ഈ മഴ ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ വലിയ ശക്തമായൊരു പുഴയാണിത്. എനിക്ക് മനസ്സിലാക്കാനാവുന്നത് ഇത് അപകടം നടന്ന ഇടത്തിൻ്റെ എതിർവശത്ത് നിന്നുള്ള ദൃശ്യമാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അത് എത്ര കണ്ട് ഒരു വ്യാപ്തിയിലേക്ക് അത് പോകുന്നു എന്നതാണ് നമുക്ക് കൃത്യമായി തന്നെ പറയുന്നത്. അതായത് പുഴയുടെ എതിർ സൈഡിൽ നിന്നും അപകടമുണ്ടായ ആ മണ്ണിടിച്ചിലുണ്ടായ ഇടമാണ് അപ്പുറേ കാണുന്നത്. ഇതാ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ളത് നേരത്തെ വീടുകൾക്ക് കേടുപാടുകൾ പറ്റി എന്ന സൂചന കഴിഞ്ഞ അപകടമുണ്ടായപ്പോൾ തന്നെ വന്ന ആ ഭാഗത്തെ വീടുകളും മറ്റുമാണ് കാണാനാവുന്നത്. ഗംഗാവലി പുഴയുടെ തീരത്തുകൂടെയുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതുവരെ വരാത്ത ഒരു ദൃശ്യം കൂടിയാണ്. ഗംഗാവലിപ്പുഴ ഈ ദേശീയപാതയുടെ സമീപത്തു കൂടി കടന്നു പോകുന്ന ഗംഗാവലിപ്പുഴ കേന്ദ്രീകരിച്ചിപ്പോൾ അന്വേഷണം നടക്കുമ്പോൾ അതിൻ്റെ ഇരു കരകളിലുമുള്ളവർ ഇപ്പോൾ ആശങ്കയോടെ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി അവിടെ നിൽക്കുകയാണ്. എന്താണ് ഇനി പുഴയിൽ നിന്നും കണ്ടെടുക്കാനാവുക? ഈ അപകടമുണ്ടായ ഉടൻ തന്നെ ഗംഗാവലി പുഴയിൽ പെട്ടുപോയവരെ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ മണ്ണിനിടയിൽ തന്നെയാണ് നമ്മൾ സംശയിക്കുന്ന വാഹനങ്ങളുള്ളത് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന അവിടേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയാണ് പിന്നീടുണ്ടായത്. മാറി മറിഞ്ഞ കാലാവസ്ഥകളൊക്കെ പല പ്രതിസന്ധികൾ നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. ശക്തമായ മഴ പലപ്പോഴും ഉണ്ടായി. ബൈജു, നമുക്ക് ചില പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവുന്നു. ഒന്ന്, ഈ ഗംഗാവലി പുഴയുടെ എതിർവശമാണ്. അതിൻ്റെ തീരമേഖലകൾ അവിടം കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ സാഹചര്യം? തിരൂരിൽ നിന്നും സുൽകുമാറിനൊപ്പം അത്തരം പരിശോധനകളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊപ്പം മഞ്ചേശ്വരം MLA AK അഷ്റഫ് ചേരുന്നു. നമുക്കറിയാം, ഇന്നലെ മുതലേ തന്നെ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അദ്ദേഹം ഈ ദുരന്ത മുഖത്തുണ്ട്. ഇതിന് എല്ലാം കാര്യങ്ങളും അറിയുന്നു. ഏതായാലും MLA, എന്താണ് നിലവിൽ ഇപ്പോൾ ഒരു തെരച്ചിൽ കരയിലും നല്ല ടീം വർക്കോട് കൂടി അർജുന് മിസ്സായതിനു ശേഷം ഏറ്റവും
AK അഷ്റഫാണ് ബൈജുവായി സംസാരിച്ചു വരുന്നത്. എന്തായാലും അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മലയാളികളായ നിരവധി പേർ അവിടെ വന്നു പോവുകയാണ്, നിരവധി പേർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അർജുൻ്റെ തിരോധാനം, അർജുനെ കാണാതായതിൽ ഒരു വ്യക്തത ഉണ്ടാകാതെ മടക്കമില്ല എന്നതാണ് പലരുടെയും പ്രഖ്യാപനം. കേരളവും അത് ഏറ്റെടുക്കുകയാണ്. കേരളത്തിൽ നമ്മളും കാത്തിരിക്കുകയാണ്. ഇന്ന് 7ാം ദിവസമാണ് ഈ അപകടത്തിന് ശേഷം രക്ഷാപ്രവർത്തനം ആരംഭിച്ച് 7ാം ദിവസമാണ്. ഇന്നെങ്കിലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പാണ് AK അഷ്റഫിന്റെ വാക്കുകൾ. ഇന്ന് അർജുൻ എത്രയോ വർഷങ്ങളായി ചായ കുടിക്കാൻ കയറുന്ന തട്ടുകടയുടെ മുമ്പിലാണ് അർജുൻ കിടന്നുറങ്ങിയത്. എന്തായാലും പുഴയിലേക്ക് അങ്ങനെ പോകാൻ സാധ്യത ഇല്ലെന്നാണ് പറയുന്നത്. അവരോട് തർക്കിക്കാനല്ല, നമ്മൾ എന്തായാലും ഇന്ന് ഇവിടുത്തെ MLA സതീഷയിലാണ് നമ്മളുമായി കുറച്ചും കൂടി അർജുന്റെ കാര്യത്തിൽ ഏറ്റവും നന്നായി ഇടപെട്ട ഒരു MLA ആണ് അദ്ദേഹം. ഇപ്പോൾ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ് ഇവിടെ എത്തും. അദ്ദേഹവുമായി സംസാരിച്ച് CMന്റെ ശ്രദ്ധയിൽ, അതായത് കരയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇവർ പറയുന്നത് പോലെയല്ല. ഇവിടെ എനിക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് AK അഷ്റഫാണ് സംസാരിച്ച്. ചില സാങ്കേതിക തകരാർ കൂടി അവിടെയുണ്ട്. രക്ഷാപ്രവർത്തനം കരയിലും ഒപ്പം പുഴയിലും അത് ആ തരത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. തിരച്ചിൽ നടപടികൾ സജീവമായി 7ാം നാൾ അർജുനെ തേടിയുള്ള കേരളത്തിൻ്റെ കാത്തിരിപ്പ് നീളുകയാണ്. മണ്ണ് മാറ്റിയുള്ള പരിശോധന പൂർണ്ണമായും നിൽക്കുന്നു. ഇന്നലെ കർണാടക സർക്കാർ അധികൃതർ, മന്ത്രി തന്നെ, റവന്യൂ മന്ത്രി തന്നെ വിശദീകരിച്ചത് മണ്ണിൽ പരിശോധന 85% പൂർത്തിയായി എന്നതാണ്. പക്ഷേ ഉദ്യോഗസ്ഥർ അത് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നതാണ് മറുവാദമുയരുന്നത്. മണ്ണിൽ തന്നെ പരിശോധന ഇനിയും നടക്കേണ്ടതുണ്ട്, മണ്ണ് പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. ഇന്നലെ മണ്ണ് കൂടുതലായി മാറ്റാത്തതിന് കാരണമായി സർക്കാർ അധികൃതർ വിശദീകരിച്ച കാര്യം, ഇനിയും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണമായി മണ്ണ് മാറ്റുന്നില്ല എന്നതാണ് അവർ വിശദീകരിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മണ്ണിൽ തന്നെ പൂണ്ടുപോയി എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ പരിശോധന അവിടെ തന്നെ നടക്കേണ്ടതുണ്ട് എന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും കേരളത്തിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖ വ്യക്തികളൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്, വന്നു പോവുകയാണ്. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് മലയാളികളുടെ ഒന്നടങ്കമുള്ള ആവശ്യം കൂടിയാണ്. നമ്മൾ കാണുന്നത് ചില ആകാശ ദൃശ്യങ്ങളാണ്. ഗംഗാവലി പുഴയുടെ ആകാശ ദൃശ്യം. ഇടതു സൈഡിൽ കാണുന്നത് അവിടെ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം, റെസ്ക്യൂ ടീം അംഗങ്ങൾ ആ പുഴയിലൂടെ നടത്തുന്ന യാത്ര. വലതുവശത്തുള്ളത് ആകാശ ദൃശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ വ്യാപ്തിയുള്ള, എത്ര വിശാലമായൊരു നദീതടമാണത്. അവിടേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കണ്ടടക്കൽ കൂടുതൽ ദുഷ്കരമാകുന്നു എന്നതാണ്. മൺകൂനയ്ക്ക് മുകളിൽ അവിടെ റെസ്ക്യൂ പ്രവർത്തകർ നിൽക്കുന്നത് കാണാം. സ്കൂബ ഡൈവേഴ്സ് അവിടെ നിന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ അവിടെ ഇപ്പോൾ പ്രവർത്തനം നടന്നു വരികയാണ്, അവിടെ ഇടപെടൽ നടക്കുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെ കരയിലും ഒപ്പം തന്നെ പുഴയിലും രണ്ടിടങ്ങളിലായി പരിശോധന നടക്കുന്നു എന്നതാണ്. ഗംഗാവലി പുഴയുടെ മറുതീരമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ ഇടതുവശത്തായി കാണാൻ കഴിയുന്നത്. അവിടെ ആ തീരമേഖലകളിലെ സാഹചര്യങ്ങളും ഒപ്പം അവിടെ നടക്കുന്ന പരിശോധനകളും വളരെ വ്യക്തമാണ്. ദൂരെ അങ്ങേയറ്റത്ത് കാണാൻ കഴിയുന്നത് ആ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലമാണ്. അതായത് പുഴയുടെ എതിർക്കരയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാവലി പുഴ എത്ര കണ്ട് വിശാലമാണ്. ആ പുഴ ഇപ്പോൾ മഴ ശക്തമായിട്ടതോടുകൂടി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്, വലിയ ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും അങ്ങേയറ്റം ദുഷ്കരമാണ്. ഇന്നലെ തന്നെ കണ്ടതാണ്. ഇന്നലെ ആ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം അവിടെ വന്നു നിന്നപ്പോൾ തന്നെയാണ് ശക്തിയായ മഴയുണ്ടായത്. ആ മഴയിൽ അങ്ങേയറ്റം മോശമായ ഒരു കാലാവസ്ഥയായി, അപകടകരമായ കാലാവസ്ഥയായി ഇത് മാറുകയായിരുന്നു. അതിനിടയിലാണ് ഈ നേവി രക്ഷാപ്രവർത്തനം പുഴയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന നേവിയും പൊടുന്നനെ കരയിലേക്ക് കയറി വന്ന്, കാരണം പുഴയിലെ ജലനിരപ്പ് ഉയർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു എന്നതാണ് സാഹചര്യം. അതാണ് നിലവിലുള്ള തെരച്ചിൽ നടപടികൾ നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രമുഖരടക്കം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. രാവിലെ MK രാഘവൻ MPയും അവിടെയുണ്ട്. അർജുനെ കണ്ടെത്തുന്നതുവരെ വിശ്രമമില്ല, അതുവരെ സജീവമായി ഇടപെടലുകൾ തുടരുമെന്നാണ് അദ്ദേഹവും പങ്കുവയ്ക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കേൾക്കാം MK രാഘവൻ MP. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനാവശ്യമായ മിലിറ്ററി ഫോഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും പെനിട്രേറ്റിംഗ് റഡാറാണ് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നാൽ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉച്ചയോടെ എത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അതെ അപ്പോൾ എത്തുമെന്നാണ് അറിയിച്ചത്. ഇപ്പോൾ ഏതായാലും നമ്മുടെ ബന്ധപ്പെട്ട MLA വരുന്നുണ്ട്. MLAയുമായി സംസാരിക്കാൻ പോവാണ്. MLAക്കാണ് മോണിറ്ററിംഗ് ഇവിടെ ചാർജ്. അപ്പോൾ MLA അതിന് പരമാവധി താല്പര്യമെടുക്കുന്നതാണ്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും അദ്ദേഹം ഇവിടെയുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. അദ്ദേഹമാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം വന്നാൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാവുന്ന കാര്യമുള്ളൂ. ഏത് രീതിയിലുള്ള പരിശോധന
ഇപ്പം മണ്ണ് നീക്കം ചെയ്ത് കൊടുക്കുക. മേലെയുള്ള മണ്ണ് മുഴുവൻ നീക്കം ചെയ്യണം. കാരണം ആ സംശയം തീർക്കാനാണ് ഒന്ന്. അതിനുശേഷമായിരിക്കും താഴെ പോവുക. പുഴയിൽ ഇപ്പം നാവി ഇറങ്ങി. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ താഴെത്തട്ടിൽ എത്തിയിട്ടുള്ള മണ്ണും കൂടി പരിശോധിക്കണം. അതും കൂടി പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോ കൂടുതൽ ഫോക്കസ് മറ്റേ കർണാടക സർക്കാർ ഇന്നലെ പറഞ്ഞത് പുഴയിലാണ്, കരയിൽ ലോറിയില്ല, ഏതാന്ന് ഉറപ്പിച്ചു. അല്ല, ഇപ്പൊ ഏതായാലും ഇവിടുത്തെ മണ്ണിപ്പം നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നീക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒന്ന്, ചിലപ്പോൾ മന്ത്രി കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത വിവരമായിരിക്കും അത്, നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പൊ ഏതായാലും മിലിറ്ററിയും മറ്റ് കോഴിക്കോട് നിന്ന കുറെ ടീമുണ്ട്, കുരാച്ചുണ്ടെന്നും ബാരിശുണ്ടെന്നും പറഞ്ഞ ടീമുണ്ട്, വളണ്ടിയേഴ്സ്. അവരെല്ലാം കൂടി ഈ മണ്ണ് നീക്ക നടപടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വ്യക്തിപരമായി ഇവിടെ ഇത്ര സമയം ഉണ്ടായതല്ലേ, എന്താണ് തോന്നുന്നത് ഈ കരയിൽ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത? നമുക്കതങ്ങനെ പറയാൻ കഴിയില്ലോ. കാരണം മണ്ണ് ഉള്ള മണ്ണ് നീക്കിക്കൊടുക്കാണ്. അത് നീക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത്രമേ ചളിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ റോഡിന് വലതുവശത്തേക്ക് ഇപ്പോ സെർച്ച് മാറ്റിയിട്ടുണ്ടോ? നടക്കാണ്. അവിടുത്തെ മണ്ണ് നീക്കിക്കൊടുക്കാണ്. രണ്ട് ഭാഗത്തോളം മണ്ണ് നീക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിയിട്ടുണ്ടോ? കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങളോ ടിപ്പറുകളോ? അല്ല, ഇപ്പൊ അവിടെ എനിക്ക് തോന്നുന്നത് ഞാൻ രാവിലെ കണ്ടത് 4, 5, 6 ഈ പറഞ്ഞ മണ്ണ് മാന്തി യന്ത്രങ്ങൾ അവിടെ ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സൈന്യത്തിന്റെ സേവനം എങ്ങനെയാണ് ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത്? അല്ല, അവർ ഇത് നോക്കുകയാണ്. ഓരോ സ്ഥലത്തും അവരും ഇവരെ കൂടെ കൂടുകയാണ്. ഈ മണ്ണ് നീക്കുന്ന കാര്യത്തിൽ കൂടുകയാണ്. അവിടെ നോക്കുകയാണ് അവർ. ഇപ്പൊ കൂടുതൽ ഈ ഡെപ്തിൽ പോകണമെങ്കിൽ ഈ റഡാർ വരണം. ആ റഡാർ കൊണ്ടുവരാൻ ശ്രമത്തിലാണ് മിലിറ്ററി ഏർപ്പെട്ടിട്ടുള്ളത്. മൺകൂനയിലേക്ക് സെർച്ച് മാറ്റിയിട്ടുണ്ടോ? ഈ അല്ല, ഇപ്പൊ നടക്കുന്നത് മേലത്തെ മണ്ണ് നീക്കുകയാണ്. ഇപ്പം കരയിലെ മണ്ണ് അത് നീക്കിയതിന് ശേഷം മാത്രമേ താഴോട്ട് ഇറങ്ങും. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ഏതായാലും അവസാന പ്രതീക്ഷയുണ്ട്. അല്ല, നമ്മൾ പ്രതീക്ഷയിലാണ്. കാരണം നമുക്ക് എങ്ങനെ കണ്ടെത്തിയേ പറ്റൂ. ആ ശ്രമമാണ് നടത്തി വരുന്നത്. അല്ല, റോഡിന്റെ 2 സൈഡിൽ ഇനിയും മണ്ണുണ്ട്. ആ മണ്ണാണ് ഇപ്പം നീക്കം ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഭാഗത്തിൽ മണ്ണ് കുറേ ഇന്നലെ നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി മണ്ണ് നീക്കുകയാണ്. കാരണം അവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പം 3 പേരെ കിട്ടാനുണ്ട്, അർജുൻ ഉൾപ്പെടെ. അപ്പോൾ ആ ശ്രമം നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള എന്താണ് അവരുടെ നീക്കം പറയാൻ സാധിക്കും. റവന്യൂ മന്ത്രി ഇന്നലെ പറഞ്ഞു 98% അല്ല, ഞാൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞായിരിക്കാം. അതുകൊണ്ട് നമുക്ക് അറിയില്ല. അത്രത്തോളം ഗൗരവ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നാണ്. അല്ല, അങ്ങനല്ല. ഇപ്പൊ ഓരോ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ടാണ്, നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പറഞ്ഞായിരിക്കും പറ്റും. അദ്ദേഹം എല്ലാം അറിയണമെന്നില്ല. എന്തായാലും ഇപ്പോൾ നേരത്തെ ഉണ്ടായ അതേ രീതിയിലുള്ള ചർച്ചയിൽ തന്നെ നടന്നു. ഈ സംവിധാനം എപ്പോഴത്തേക്ക് എത്താൻ പറ്റും? വളരെ അടിയന്തരമായി എത്തേണ്ടത്. അവർ ഉച്ചക്ക് മുമ്പേ എത്തും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എവിടുന്നാ വരുന്നത് അതറിയില്ല. അത് പറഞ്ഞില്ല. അതായത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ വരികയാണ്. ഡെപ്തിൽ പോയാൽ കാണാൻ സാധിക്കും എവിടെയുണ്ട്. ആ മണ്ണിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ശ്രമം കൂടി നടത്താമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. എം കെ രാഘവൻ MP പറയുന്ന പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതീക്ഷയും അങ്ങനെയാണ്. എന്തായാലും റോഡിലെ പരിശോധന അത് പൂർണ്ണമാക്കണം. അത് പൂർണ്ണമാക്കിയതിന് ശേഷം മാത്രം പുഴയിലേക്ക് കേന്ദ്രീകരിക്കണം. അതാവണം തെരച്ചിൽ സ്ട്രാറ്റജി എന്ന അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഇന്നലെ കർണാടകയുടെ റവന്യൂ മന്ത്രി പറഞ്ഞ വിഷയത്തിലും അടക്കം അതിൽ സംഭവിച്ചത് ഉദ്യോഗസ്ഥർ നൽകിയ കണക്കുകൾ, സംഭവങ്ങൾ എന്നതാണ് അതാണ് പറയുന്നത്. വിനേഷ് കുമാറുണ്ട് കോഴിക്കോട്. കാരണം നമുക്ക് കോഴിക്കോട് ആ വീട് അങ്ങേയറ്റം ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ആദ്യ ദിവസങ്ങളിൽ മകൻ്റെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടത്ര സംവിധാനങ്ങളിൽ നിന്ന് പരാതിപ്പെട്ട കുടുംബമാണ്. ഒടുവിൽ സൈന്യം തന്നെ ഇന്നലെ തിരച്ചിലിനിറങ്ങി. ഒടുവിൽ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പോസിറ്റീവ് വാർത്ത ഉണ്ടായില്ല. ഇന്നത്തെ ദിവസവും നമ്മൾ ആ പ്രതീക്ഷയുമായി മുന്നോട്ട് പോവുകയാണ്. വിനേഷ്, എന്താണ് കുടുംബത്തിൻ്റെ സാഹചര്യം? അവരുടെ പ്രതികരണമൊന്നും നമുക്ക് അത്ര വേഗത്തിൽ ഇപ്പോൾ ലഭ്യമാവുന്ന സാഹചര്യമായിരിക്കില്ല. മറിച്ച് കുടുംബം നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ ഈ തെരച്ചിൽ നടപടികളിൽ അവർ തൃപ്തരാണോ? എന്താണ് അവരുടെ ആ തരത്തിലുള്ള കുടുംബത്തിൻ്റെ പൊതുവിലുള്ള സാഹചര്യം? ദിനേഷ്. സജിത്ത്, അങ്ങേയറ്റം സങ്കടകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും പിന്നിടുന്നു, ദിവസങ്ങൾ പിന്നിടുന്നു. 7 ദിവസത്തിലെത്തിച്ചേർന്നിരിക്കുന്നു. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ കാണാമറയത്താണ് ഇപ്പോഴും അർജുനുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ പ്രധാനമായും പറയുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി അവൻ്റെ മൃതദേഹമെങ്കിലും
കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് വളരെ സങ്കടകരമായ അവരുടെ ഒരു നിസ്സഹായാവസ്ഥ തന്നെ തുറന്നു പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവരുടെ സഹോദരി അഞ്ജു അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്തായാലും ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അർജുൻ തിരിച്ചു വരും, ഇപ്പോഴും കാണാമറയത്താണെങ്കിലും അർജുൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവരുടെ ജീവിതത്തിന്. ആ പ്രതീക്ഷ അനുദിനം ദിവസങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുന്തോറും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോഴും ഷിരൂരിലുള്ള ഈ വാഹനം ലോറി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, തെരച്ചിൽ എവിടെയും എത്തിയിട്ടില്ല. പക്ഷേ കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും ഒരു ഫലപ്രദമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവർക്ക് യാതൊരു ഇല്ല. കാരണം അവർ ഇടപെടൽ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഇടപെടലിനെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ കർണാടകയുടെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ വളരെ മന്ദഗതിയിലായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അത് തുടക്കത്തിൽ നല്ല രീതിയിൽ വളരെ ആക്റ്റീവായ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജുൻ ഇപ്പോൾ തിരിച്ചു വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ അവരെന്തായാലും പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അർജുൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കണ്ടിരിക്കുക ഈ നാടും നഗരവും എല്ലാം അർജുൻ്റെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ്. മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ വീടുകളിലേക്ക് ആളിപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിലാണ് അവിടെയാണ് ഇവരുടെ വീടുകളുള്ളത്. രാഷ്ട്രീയ പ്രമുഖരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെല്ലാം തന്നെ ഇങ്ങോട്ട് കഴിഞ്ഞ 2-3 ദിവസമായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 16-ാം തീയതിയാണ് ഇവിടെ ഇതുപോലെ തന്നെ അർജുനെ കാണാതായിട്ടുള്ളത്. ഇന്നേക്ക് 7 ദിവസം പിന്നിട്ടിരിക്കുന്നു. അർജുൻ ഇപ്പോഴും കാണാമറയത്താണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് സഹോദരി അഞ്ജു അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്നാൽ കർണാടകയുടെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെയും കേരള സർക്കാരിൻ്റെയും ഒരു ഇടപെടൽ അവർ കൃത്യമായി തന്നെ ഒരു സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് മാത്രമാണ് കർണാടക പോലീസ് ഉൾപ്പെടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും സൈന്യം ഇറങ്ങിയിട്ടുണ്ട്. കരയിലും പുഴയിലും ഒരുപോലെ തന്നെ ഗംഗാവാലി പുഴയിലും അതുപോലെ തന്നെ അതിൻ്റെ കരയിലും ഒരുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഈ മണ്ണ് നീക്കുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നെങ്കിലും ഒരു പക്ഷേ കാണാൻ കഴിയും, ഇന്നെങ്കിലും അർജുനെ കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. അർജുൻ്റെ അച്ഛൻ, അതുപോലെ തന്നെ അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, കുഞ്ഞുങ്ങൾ, കുട്ടി ഇവരെല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. കാരണം ഒരു വീടിൻ്റെ അത്താണിയാണ്, ഒരു വീടിൻ്റെ പ്രതീക്ഷയായിരുന്നു അർജുൻ. 20-ാമത്തെ വയസ്സിൽ വളയം പിടിച്ചതാണ് ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി. 30 വയസ്സ് പിന്നിട്ടിരിക്കുന്നു. എന്തായാലും ഇതിനിടയിൽ ഒരു ചെറിയ ഒരു വീടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ സ്ഥലത്ത് ഒരു ചെറിയ ടെറസ് വീട് നിർമ്മിച്ചിരിക്കുന്നു. വെള്ളം കയറുന്ന ഈ രീതിയിലേക്ക് കരകയറ്റിയതെല്ലാം തന്നെ അർജുൻ എന്ന് പറഞ്ഞ 30-കാരനാണ്. ആ 30-കാരനെ കുറിച്ച് പറയാൻ നാട്ടുകാർക്കും നല്ലതേ ഉള്ളൂ. കാരണം കൃത്യമായി കഠിനാധ്വാനിയാണ്. ഇപ്പം എന്തായാലും പെങ്ങളുടെ കല്യാണം, ഒരു സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിന് പെയിന്റ് അടിക്കുന്നത് ഉൾപ്പെടെ ഞാൻ വന്നതിന് ശേഷം ചെയ്താൽ മതി, പുറത്താർക്കും കൊടുക്കണ്ട എന്ന് പോലും അച്ഛനെ വിളിച്ചറിയിച്ചു എന്നും അച്ഛനും അമ്മയും എല്ലാം വളരെ സങ്കടത്തോടു കൂടി നമ്മളോട് പറയുന്നുണ്ട്. ഇങ്ങനെ ആണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും നമുക്ക് അർജുനു വേണ്ടി കാത്തിരിക്കാം. ഈ നാടും നഗരവും എല്ലാം അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ്. അർജുനൊരു പോറൽ പോലും ഇല്ലാതെ തിരിച്ചു വരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് ഇത്രയും ദിവസത്തിന് ശേഷം അർജുനെ നമുക്ക് അങ്ങനെ ലഭിക്കുമോ എന്നുള്ളതാണ് ഉള്ളൊരു സംശയവും ആശങ്കയും എല്ലാവർക്കും, കുടുംബത്തിനുമുണ്ട്, അതുപോലെ തന്നെ നമുക്കുമുണ്ട്. സജിത്ത്. യെസ്, അതാണ് വിനീഷ് വ്യക്തമാക്കിയത്. കുടുംബം അങ്ങേയറ്റം ദുഃഖത്തിലാണ്, അവിടുത്തെ സാഹചര്യമാണ് കാണുന്നത്. അപകടമുണ്ടായ ശേഷം അവിടുത്തെ ദുരന്ത സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇത്. അപകടമുണ്ടായ ശേഷം അവിടെ വെള്ളം കുത്തി ഒഴുകുകയാണ് അവിടെ. അതാണ് പലപ്പോഴും ഈ ദുരന്തത്തിന് ഇത്തരം വ്യാപ്തി ഉണ്ടായതിന് കാരണം. രക്ഷാപ്രവർത്തനം അതിൻ്റെ പുതിയ വേഗം കൈവരും. എന്തായാലും ബംഗളൂരുവിൽ നിന്ന് പുതിയ സാങ്കേതിക ഉപകരണങ്ങൾ, റഡാർ സംവിധാനങ്ങൾ പുതിയതായി അവിടെ എത്തിക്കുന്നു എന്നതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന പുതിയ നീക്കമായി വരുന്നത്. വേഗത്തിലൊരു ഇടവേളയെടുക്കാം, മടങ്ങി വരാം. ഇന്നലെ